amigos, welcome back to another fresh video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം. ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് മൊഡ്യൂൾ ബിസിനസ് ഇൻ ഇന്ത്യയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് അത്യാവശ്യം ലെങ്തിയും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾസും ആയതുകൊണ്ട് തന്നെ യു കനോട്ട് സ്കിപ്പ് ദിസ് മൊഡ്യൂൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 മാർക്ക് ക്വസ്റ്റ്യൻസും ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആണ്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ ടു വീഡിയോ. സോ നമ്മളുടെ ഈ മൊഡ്യൂളിൻ്റെ പേര് പോലെ തന്നെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ബിസിനസ്സിനുണ്ടായ ചേഞ്ചസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ആയിരിക്കും ബ്രീഫായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ ഉണ്ടാവുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബിസിനസ് ഇൻ ദ ഇന്ത്യൻ എക്കണോമി സിൻസ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ 15 മാർക്സിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടോട്ടൽ 10 പോയിൻറ്റ്സ് ആണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ വരുന്നത്. സോ നിങ്ങൾ എപ്പോഴും ഹെഡിങ് ആണ് ഓർത്തിരിക്കേണ്ടത്. എക്സ്പ്ലനേഷൻ ഓൺ വേർഡ്സിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് നോക്കാം. മിക്സഡ് എക്കണോമി. ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത പാറ്റേൺ ആണ് ഈ മിക്സഡ് എക്കണോമി. ഇവിടെ ഇന്ത്യയുടെ പോളിസികൾ ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന സോഷ്യൽ വെൽഫെയറിനെ ആയിരിക്കും. ഇവിടെ പബ്ലിക് സെക്ടേഴ്സും പ്രൈവറ്റ് സെക്ടേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നതിലൂടെ കൺട്രിയുടെ സോഷ്യലിസവും ക്യാപിറ്റലിസവും ഒക്കെ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് അതിൻ്റെ ഗ്രോത്തിനൊത്ത ഒരു ഇൻസെൻറ്റീവ്സും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എന്നതിനെക്കുറിച്ച് നമ്മുടെ നേഷൻ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കുകയും അതിലൂടെ ഒരു പുതിയ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നതിനും അത് എക്സ്പാൻഡ് ചെയ്യുന്നതിനും ഒരു എൻകറേജ്മെൻ്റ് ആണ് ഇതിലൂടെ കിട്ടിയത്. ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു ഇൻഡസ്ട്രിയൽ പോളിസി 1948 അനൗൺസ് ചെയ്യുകയും അതുപോലെ തന്നെ 1949 ഫോറിൻ ക്യാപിറ്റലിനെ കുറിച്ചൊരു പോളിസിയും അനൗൺസ് ചെയ്തു. ഇന്ത്യയിൽ ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്നത് എക്കണോമിയിൽ ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയും എല്ലാവരും സെൽഫ് സഫിഷ്യൻ്റ് ആവുകയും അതിലൂടെ പോവേർട്ടി ഇല്ലാതാവുകയുമാണ് നോക്കുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് മാത്രം 2 മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ്. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് തേർഡ് സ്റ്റേജ് നോക്കാം. ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ 5-year പ്ലാൻസ്. മാർച്ച് 1950 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. എന്തിനു വേണ്ടി? കഴിഞ്ഞ പോയിന്റിൽ നമ്മൾ 3 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞില്ലേ, ആ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കപ്പോൾ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഒരു കൺട്രിയിലെ എല്ലാ റിസോഴ്സസിനെയും കുറിച്ച് ഒരു കറക്റ്റ് അസസ്മെൻറ്റ് നടത്തുന്നതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. സെക്കൻഡ് വൺ ആണ് ഏതെങ്കിലും റിസോഴ്സസിൻ്റെ കുറവുണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യുക. ഇനി തേർഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഈ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷന് വേണ്ട എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻസ് പ്രയോറിറ്റി അനുസരിച്ച് ഫോമുലേറ്റ് ചെയ്യുക. സോ ഈ 3 റെസ്പോൺസിബിലിറ്റീസുമാണ് പ്ലാനിംഗ് കമ്മീഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്താണെന്ന് നോക്കാം. നമ്മുടെ കൺട്രിയിൽ ഈ 5-year പ്ലാൻ അഡോപ്റ്റ് ചെയ്തത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ ഈ 5-year പ്ലാൻ എയിം ചെയ്യുന്നത് റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷനെ തന്നെയാണ്. 5-year പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1951 ഇത്രയും കാര്യങ്ങളാണ് ഈ തേർഡ് സ്റ്റേജിൽ വരുന്നത്. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റേജ് നോക്കാം. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓൺ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കൊണ്ടുവന്നത് നേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം ഈ പബ്ലിക് സെക്ടേഴ്സിനാണ് എക്കണോമിയുടെ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ റോൾ ഉള്ളത്. ഇനി അടുത്ത സ്റ്റേജാണ് ലൈസൻസിങ് സിസ്റ്റം. ഇൻഡിപെൻഡൻസ് കിട്ടിയ ടൈമിൽ ഇന്ത്യ ഫോളോ ചെയ്ത സിസ്റ്റമാണ് ലൈസൻസിങ്. ആ ഒരു പീരിയഡിനെ ലൈസൻസിങ് രാജ് എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് മുതൽ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ലൈസൻസിങ് പ്രൊസീജിയേഴ്സിലൂടെയും ഗവൺമെൻറ് റെഗുലേഷൻസൊക്കെ ഫോളോ ചെയ്യേണ്ടതുമാണ്. ഇനി 6th സ്റ്റേജാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് കാണുന്നത് ബാങ്കിങ് ഇൻഡസ്ട്രീനെയാണ്. ബാങ്ക്സ് നാഷണലൈസ് ചെയ്യുന്നതിലൂടെ റൂറൽ ഏരിയാസിലേക്കും ഈ ബാങ്കിങ് അവൈലബിലിറ്റി വളരെ ചീപ്പായിട്ട് തന്നെ എത്തിക്കുവാനും സാധിക്കുന്നുണ്ട്.
ഇനി 7th സ്റ്റേജ് ആണ് നാഷണലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്. ജാനുവരി 1956 LIC നാഷണലൈസ് ചെയ്തത്. ഇതുപോലെ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആക്ട് 1972 താഴെ 100ഓളം ജനറൽ ഇൻഷുറൻസ് കമ്പനീസിനെ മെർജ് ചെയ്ത് 4 കമ്പനീസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് നാഷണൽ ഇൻഷുറൻസ് കമ്പനി, 2 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, 3 ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, 4 യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി. ഇതാണ് ആ 4 മെർജ് ചെയ്ത കമ്പനീസ്. ഇനി 8th സ്റ്റേജ് ആണ് ന്യൂ എക്കണോമിക് പോളിസി. 1980s അവസാനമായപ്പോഴേക്കും ഇന്ത്യ ഒരു പുതിയ എക്കണോമിക് പോളിസിയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. പുതിയ പോളിസിയിൽ LPGയുടെ ഇമ്പോർട്ടൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നാണ് LPGയുടെ ഫുൾ ഫോം. ഈ LPGയുടെ ഓരോ ടേംസ് എന്താണെന്നും അതിൻ്റെ റോളും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാട്ടോ. ഇനി നമുക്ക് എന്തായാലും അടുത്ത സ്റ്റേജിലേക്ക് പോവാം, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഈ പുതിയ എക്കണോമിക് പോളിസി നിലവിൽ വന്നതിന് ശേഷം ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ് ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതായത് സ്റ്റീൽ, ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ പോലെയുള്ള സെക്ടേഴ്സിൽ കാണാൻ സാധിച്ചത്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. എക്കണോമിക് പോളിസി നിലവിൽ വന്നതിന് ശേഷം ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടായതുപോലെ തന്നെ ടെക്നോളജിയിലും ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇതിലൂടെ എക്കണോമിയുടെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിലും ഒരു വലിയ ഡെവലപ്മെൻറ്റ് തന്നെയാണ് വന്നത്. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസിലൊന്നാണ് ഇന്ത്യ. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പം ഇന്ത്യൻ എക്കണോമി ഈസ് ദ 12th ലാർജസ്റ്റ് എക്കണോമീസ് ഇൻ ദ വേൾഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ഇൻ ഇന്ത്യ. ഒരു പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് നമുക്കറിയാം. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഓർഗനൈസേഷന് ഇന്ത്യൻ എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിൽ എന്താണ് റോൾ എന്നാണ്. ഇവിടെ 6 പോയിൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് റിസോൾവിങ് ഡെഫിഷ്യൻസീസ്. ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ കൺട്രിയിൽ ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പബ്ലിക് സെക്ടറാണ് ഈ ഡെഫിഷ്യൻസീസ് എല്ലാം ഒരു പരിധി വരെ ക്ലിയർ ചെയ്യാനും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുമൊക്കെ എക്കണോമിയെ ഹെൽപ്പ് ചെയ്തത്. ഇനി സെക്കൻഡ് റോളാണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ഏരിയാസിലേക്കും കൂടി ഗവൺമെൻറ് ആക്ടിവിറ്റീസ് എത്തിക്കാനായി പബ്ലിക് സെക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ഒരുപോലെ തന്നെ ഈക്വലി ആക്ടിവിറ്റീസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി തേർഡ് റോളാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2/3 ഓഫ് ദ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പബ്ലിക് സെക്ടറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺട്രിയിലുള്ളവർക്ക് ഇത്രയും ലാർജ് നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഇംപ്രൂവ് ചെയ്യുകയാണ്. ഇനി ഫോർത്ത് റോളാണ് കോൺട്രിബ്യൂഷൻ ടു ദ ഗവൺമെൻറ്. ടാക്സ്, ഡ്യൂട്ടീസ് ഒക്കെ ഗവൺമെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പബ്ലിക് സെക്ടർ. ഇതിലൂടെ ഗവൺമെൻറ്റിന് പുതിയ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും വെൽഫെയർ മെഷേഴ്സും ഒക്കെ പബ്ലിക്കിന് വേണ്ടി എനേബിൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി ഫിഫ്ത്ത് റോളാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. പബ്ലിക് സെക്ടറിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. റോഡ്സ് പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നതിലൂടെ നമ്മുടെ ലിവിങ് കണ്ടീഷനും കൂടിയാണ് ഇംപ്രൂവ് ആവുന്നത്. ഇനി സിക്സ്ത് റോളാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലും ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുമായിട്ട് റിസർച്ചസ് നടത്താനായിട്ട് പബ്ലിക് സെക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പബ്ലിക് സെക്ടറിൻ്റെ റോളിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഇന്ത്യ. ഇത് 5 to 15 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആൻസർ നോക്കാം. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓൺ ചെയ്യാത്ത ഓർഗനൈസേഷൻസ് ആണ് പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത്. ഇന്ത്യൻ എക്കണോമിയിൽ പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ റോള് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 11 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. സോ നമുക്ക് ഫസ്റ്റ് റോള് നോക്കാം, ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പ്രൈവറ്റ് ഓർഗനൈസേഷൻ എപ്പോഴും സെർച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ബെറ്റർ പ്രോഫിറ്റബിൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങി എന്ന് പറയുമ്പോൾ കൂടുതൽ ജോബ്സും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ്. കൂടുതൽ ജോബ്സ് ആളുകൾക്ക് കിട്ടുമ്പോൾ അവർക്ക് ഇൻകവും കിട്ടുന്നു. ഇതിലൂടെ ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടും. അതിലൂടെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഉണ്ടാകുന്നതാണ്. ഇനി സെക്കൻഡ് റോളാണ് ഈസി അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്.
പ്രൈവറ്റ് സെക്ടറിൽ എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പബ്ലിക്കിൻ്റെ നീഡ്സിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് എത്തിക്കുന്നതിലൂടെ പബ്ലിക്കിന് ഈ സർവീസസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി തേർഡ് റോളാണ് കോമ്പറ്റീറ്റീവ് പ്രൈസസ് ഫോർ എസെൻഷ്യൽ ഗുഡ്സ്. പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നതിലാണെങ്കിലും ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുന്നതാണ്. ഇതിലൂടെ പബ്ലിക്കിന് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് റീസണബിൾ റേറ്റിൽ അവൈലബിൾ ആക്കുവാനും സാധിക്കുന്നു. ഇനി ഫോർത്ത് റോളാണ് ബെറ്റർ വാല്യൂ ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ആ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ട്. അതിലൂടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വാല്യൂ ആണ് ഇൻക്രീസ് ആവുന്നത്. ഇനി നമുക്ക് ഫിഫ്ത്ത് റോള് നോക്കാം, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നമ്മുടെ പ്രസൻറ്റ് എക്കണോമിയിൽ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഈക്വലി ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ രണ്ട് സെക്ടേഴ്സും വലിയ തോതിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ പബ്ലിക്കിൻ്റെ ലിവിങ് കണ്ടീഷനാണ് ഇംപ്രൂവ് ആവുന്നത്. ഇനി സിക്സ്ത് റോളാണ് ഓഫേഴ്സ് ഫെയർ പ്രൈസസ് ടു ഫാമേഴ്സ് ഫോർ ദെയർ പ്രോഡക്ട്സ്. പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ ഗ്രോത്തിലൂടെ ഫാമേഴ്സ് അവരുടെ ഫാം പ്രോഡക്ട്സ് ബാർഗെയിൻ ചെയ്ത് ബെസ്റ്റ് പ്രൈസസിലാണ് സെല് ചെയ്യുന്നത്. ഇനി സെവൻത്ത് റോളാണ് ഡെവലപ്മെൻറ്റ് ഓഫ് മോർ മാർക്കറ്റ്സ്. പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ എയിം, അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെന്ന എയിം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ മാർക്കറ്റ്സ് നാഷണൽ ലെവലിൽ നിന്നും ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് സ്പ്രെഡ് ആവുന്നത്. മോർ മാർക്കറ്റ്സ് വരുമ്പം മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടാകുന്നത്. അതിലൂടെ മോർ ടാക്സസ് ആണ് ഗവൺമെൻറ്റിന് എത്തുന്നത്. ഇനി എയ്ത്ത് റോളാണ് ഇന്നൊവേഷൻ. ഓരോ പ്രോഡക്ട്സും ഇംപ്രൂവ് ചെയ്യാനായിട്ട് റിസർച്ച് ആവശ്യമായിട്ടുണ്ട്. അതിലൂടെ പുതിയ പ്രോഡക്ട്സിൻ്റെ ഡിസൈനിങ്ങും ടെക്നോളജിയും ഒക്കെ വരുന്നുണ്ട്. ഇതിലൂടെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെയാണ് വരുന്നത്. ഇനി നയൻത്ത് റോളാണ് ഇംപ്രൂവ്ഡ് സോഷ്യൽ ലൈഫ്. പ്രൈവറ്റ് സെക്ടേഴ്സിലൂടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ആകുന്നുണ്ട്. അതിലൂടെ ക്വാളിറ്റി പ്രോഡക്ട്സ് ഫെയർ പ്രൈസിൽ ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൂടെ ബെറ്റർ സോഷ്യൽ ലൈഫാണ് ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഇനി 10th റോളാണ് പോവേർട്ടി അലിവിയേഷൻ. പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആകുന്നതിലൂടെ പോവേർട്ടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ പബ്ലിക്കിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഒത്തിരിയധികം ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി 11th റോളാണ് ബെറ്റർ എഡ്യൂക്കേഷൻ. പബ്ലിക് സെക്ടറിൻ്റെ ഗ്രോത്തിലൂടെ ഇൻക്രീസ് ചെയ്തത് പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ളവരുടെയും സ്കിൽഡ് ആയിട്ടുള്ളവരുടെയും ഡിമാൻഡ്സ് ആണ്. ഇതിലൂടെ കൂടുതൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രോഗ്രാംസുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്രയും പോയിൻറ്റ്സ് ആണ് പ്രൈവറ്റ് സെക്ടറിൻ്റെ റോളിൽ വരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സ് ഒക്കെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും 15 മാർക്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവറാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.